ഹായ്, എല്ലാവർക്കും രേഖാസ് കിച്ചൻ വേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ആലപ്പുഴയ്ക്കാണ് കേട്ടോ. അപ്പോൾ പേരമ്പങ്കത്ത് നിന്ന് നമ്മൾ വന്നേക്കുന്നത് ആലപ്പുഴ ഇത് കാണാനാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരൊക്കെയും ബോട്ടിങ്ങിന് പോയി. കാലത്ത് തന്നെ നമ്മൾ ചോറ്റാനിക്കര പോയി തൊഴുതിന് ശേഷമാണ് ബോട്ടിങ്ങിന് വന്നേക്കുന്നത്. അപ്പോൾ അവരൊരു 5 മണിക്ക് ആകുമ്പോഴേക്കും എത്തുമെന്ന് പറഞ്ഞ കാരണം ഞങ്ങളിവിടെ വന്നിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തു കേട്ടോ. ഇവിടെ നിന്ന് മോനെണ്ണൊരു വീഡിയോ ഒന്ന് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. ഈ നിൽക്കുന്ന പയ്യനുണ്ടല്ലോ, അവൻ പോർച്ചുഗലിലായിരുന്നു. അപ്പോൾ അവനെ എല്ലാവരും കൂടിയിട്ട് കളിയാക്കി കൊണ്ടുവന്നു. ഈ പോർച്ചുഗലല്ല, ഞങ്ങൾ അർജൻറ്റീന കാണു നിൽക്കുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ അവരോട് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ നിന്നു. അർജൻറ്റീന ഗോളടിക്കുമോ എന്നുള്ളതിൻ്റെ ടെൻഷനാണ് ആ കുട്ടികളുടെ മുഖത്ത് കാണുന്നത് കേട്ടോ. എല്ലാവരും നല്ലൊരു ടെൻഷൻ പ്രകാരമാണ് അർജൻറ്റീനയുടെ കളി കണ്ടുകൊണ്ടിരിക്കുന്നത്. ആര് ജയിക്കും നോക്കും. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ടി വിയിൽ ഇവിടെ വീട്ടിൽ കാണാനായിട്ട് പറ്റില്ല. അന്ന് ഓട്ടം കാരണം മോൾ അതിൻ്റെ ഇടയിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഓരോ ഗോളടിക്കുമ്പോൾ അമ്മ ഗോളടിച്ചുവിട്ടാന്ന് പറഞ്ഞിട്ട് മോള് മണിക്ക് വിളിച്ച് പറഞ്ഞു. ഇവനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. അർജൻറ്റീന ഗോളടിക്കുമ്പോൾ ചാടി തുള്ളായിരുന്നു ആൾ കിടന്നിട്ട്, ഇതിട്ട് ബസ്സിൽ കിടന്നിട്ട്. അങ്ങനെ നല്ലൊരു എൻജോയ് ആയിട്ടാണ് നമ്മൾ ഈ അർജൻറ്റീനയുടെ കളിയൊക്കെ നമ്മൾ ബസ്സിലൊക്കെ എല്ലാവരും കൂട്ടായിട്ട് ഇരുന്ന് കണ്ട കാരണം നല്ലൊരു മൂഡിലാണ് ഈ കളി കണ്ടത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ അവിടേക്കാണ് വന്നത്. അപ്പോൾ അമ്പലത്തിൻ്റെ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ തൊഴുത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കാലത്തത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങളൊരു കടയുടെ മുന്നിൽ നിർത്തിയിട്ട് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ കാലത്ത് കൊണ്ടുവന്നത് ഇഡ്ഡലിയും വടയും ചായയൊക്കെ ആയിരുന്നു. അപ്പോൾ സാമ്പാർ ചട്നി ഉണ്ടായിരുന്നു. ഇനി നമ്മളിത് കോട്ടയം കൂടിയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ആ പോണ വഴിക്കുള്ള വെറുതെ ആ റൂട്ടൊന്ന് എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2 വശത്തും കായലുള്ള ഒരു വഴി നമ്മൾ കണ്ടു കേട്ടോ. 2 വശത്തും കായലാണ്. അപ്പോൾ ഇത് ഏതാണ് സ്ഥലം എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ അവിടെ ആൾക്കാർ ഫിഷിങ്ങൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് എനിക്ക് നിന്ന് കാണാനായിട്ട് പറ്റിയില്ല. അപ്പോൾ സൈഡിൽ കൂടെ നിന്നിട്ടാണ് ഫ്രണ്ടിലത്തെ ഭാഗം വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പിള്ളേരോടും പറഞ്ഞു, തേന 2 വശത്തെ കായൽ കാണേണ്ട മക്കളെ നോക്കിയാൽ നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞു. പിള്ളേരൊക്കെ നല്ല കമ്പനിയായിരുന്നു കേട്ടോ. അവരിടയ്ക്കിടയ്ക്ക് വന്നിട്ട് പിറ്റേ ദിവസം തിങ്കളാഴ്ച ചെയ്യണം ചേച്ചി പതുക്കേനെ പോയാൽ മതി, ഞങ്ങൾക്ക് നാളെ സ്കൂളിലേക്ക് പോകണ്ടാട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതേ ആലപ്പുഴ എത്തിയിട്ടാണ് അവിടെ നിന്ന് വന്നിട്ട്. അപ്പോൾ ആലപ്പുഴയിൽ വന്നപ്പോൾ അവർ ബോട്ടിങ്ങിന് പോകാനായിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതൊരു ഹോട്ടലിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് എടുത്തത്. അപ്പോൾ നമ്മുടെ കൂടെ വന്നവരൊക്കെ നമ്മളെ ബോട്ടിങ്ങിന് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ വണ്ടി സേഫാക്കി ഇടാനും പിന്നെ നമ്മൾ പുലർച്ചെ കഴിഞ്ഞത് കൊണ്ട് ഞങ്ങൾക്കത് പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് തൊട്ടന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ നിന്ന് ഊണ് കഴിക്കാനായിട്ട് കയറിയിട്ടാണ്. അപ്പോൾ നല്ലൊരു ആംബിയൻസിലാണ് ആ ഹോട്ടലിൽ പണിതേക്കുന്നത്. അപ്പോൾ നമുക്ക് ബോട്ടൊക്കെ പോകുന്നത് കാണാം. അത് ഞങ്ങൾ ഒരു ഫിഷ് കറി മീൽസാണ് പറഞ്ഞത്. നല്ല കാര്യം പറയാമല്ലോ, ആ ഫിഷ് കറി മീൽസ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അത്യാവശ്യം നമുക്ക് ചെറുകടികളും ഉണ്ടായിരുന്നു. അതുകൂടിയാണ്ട് ഞങ്ങൾ ഒരു എന്നിട്ട് കൊഴുവ ഫ്രൈ മേടിച്ചിട്ടുണ്ടായിരുന്നു, കക്ക ഫ്രൈ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിൽ വന്നത് കൊഴുവയായിരുന്നു കേട്ടോ. അപ്പോൾ കൊഴുവ അത്യാവശ്യം നല്ല പോലെ ഉണ്ടായിരുന്നു. എനിക്കൊക്കെ ലാസ്റ്റായപ്പോൾ മതിയായി കഴിച്ച് കാരണം നമ്മുടെ ഇവിടേക്കും കുറേശ്ശെയാണ് ഇത് കിട്ടാം. അങ്ങനെ അത് കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കക്ക റോസ്റ്റും കൂടി കൊണ്ടുവന്ന് വെച്ച് തന്നു കേട്ടോ. അപ്പോൾ അതേ കക്ക റോസ്റ്റാണ് ഇതിപ്പോൾ കൊണ്ടുവന്ന് വെച്ചത്. ആ 2ാമതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ വരുമ്പോൾ മീനിൻ്റെ ഇതുള്ള കാരണം ഞാൻ ആളോട് പറഞ്ഞു, നമുക്ക് ഫിഷിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചാൽ മതി പറഞ്ഞിട്ടാണ് കക്ക മേടിച്ചത്. അങ്ങനെ ഞങ്ങൾ കക്കയും ടേസ്റ്റ് നോക്കിയിട്ടാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ട് ബസ്സിൽ പോയിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങി. അത് കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ചായ കുടിക്കാനായിട്ട് തിരിച്ച് ആ ഹോട്ടലിലേക്ക് തന്നെ പോയി. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ കൂടെയുള്ളവരൊക്കെ വന്ന് നമ്മുടെ ബസ്സിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നിന്നു കിട്ടാം. എല്ലാ ട്രിപ്പിലും ഞങ്ങൾ ആൾക്കാരൊപ്പം നിന്നിട്ട് വീഡിയോ എടുക്കും. അങ്ങനെ എൻ്റെ കൂടെയുള്ള ആ കുറ്റിയും എൻ്റെ ഒരു ആരാധികയാണ് ഈ കൂട്ടത്തിൽ വന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ആലപ്പുഴ ബീച്ചിലേക്കാണ് കേട്ടോ. ആലപ്പുഴ ബീച്ചിൽ ഞങ്ങൾ പതുക്കെ നടന്നെത്തുമ്പോഴേക്കും നമ്മുടെ കൂടെയുള്ളവരൊക്കെ പോയി അവിടെ വെറുതെ പോയി നിൽക്കുന്നുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഇറങ്ങി കടലിൽ കുളിക്കലും കളിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വലിയവരൊന്നും ഇറങ്ങാനൊന്നും നിന്നില്ല, ഡ്രസ്സ് വരാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അവർ ആരും ഇറങ്ങിയില്ല. അങ്ങനെ നമ്മളിത് വീണ്ടും കടലിൻ്റെ ഭംഗികളൊക്കെ ഉണ്ട്. അങ്ങനെ
പോവാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു അസ്തമനം കണ്ടിട്ട് പോവാന്നുള്ളത്. അതിൻ്റെ ഇടയിൽ മോനേട്ടൻ ഭയങ്കര വീഡിയോ എടുക്കുന്നത് ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അസ്തമനം നോക്കിയപ്പോൾ അസ്തമനം കാർമേഘത്തിൻ്റെ ഉള്ളിലും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തിരിച്ചതേ വീണ്ടും നമ്മളെ ബസ് ലാസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് വന്ന് നമ്മൾ ഇടുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടിട്ടുട്ടാ. പമ്പിലാണ് നമ്മുടെ ബസ് പാർക്കിങ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ആലപ്പുഴത്തെ വിശേഷങ്ങളൊക്കെയും. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടണും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ടാറ്റ, ബൈ ബൈ.